ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ അഗത്തി വിട്ടതേ കവർത്തിയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അഗത്തിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർത്തി വിശേഷങ്ങളാണ് പറയുന്നത്. ഇത് നമ്മൾ പോയ വെസലിലെ പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ. വിൻഡോസിലൂടെ നോക്കുമ്പോൾ ഇതാണ് വെസലിൻ്റെ അകം. ഓക്കെ, 3 സ്ക്രീനിലായിട്ട് നമുക്ക് സിനിമയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ബാഹുബലി ഫിലിമായിരുന്നു. ഞാനത് ഓൾറെഡി അഗത്തി വീഡിയോയുടെ ലാസ്റ്റ് സൂചിപ്പിച്ചതാണ്, എന്നാലും ഒന്നുകൂടി ക്ലിപ്പ് ഇട്ടു എന്ന് മാത്രം. ഓക്കെ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വെസലിൻ്റെ അകം ഫുൾ AC ആയിരുന്നു. 2 സെക്ഷൻസ് ആയിട്ടുണ്ട്. ഓരോ സെക്ഷനിലും, അതായത് ഇതിന് തൊട്ട് മുന്നിലും മറ്റൊരു സെക്ഷനും കൂടി ഉണ്ട് ഇരിക്കാനായിട്ട്. ഓരോ സെക്ഷനിലും 2-3 പാർട്ടായിട്ട് തിരിച്ചിട്ടായിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ. അപ്പോൾ നോക്കിയാൽ വിൻഡോസിലൂടെയുള്ള കാഴ്ചയാണ് കടലിലെ. അപ്പോൾ ദേ ഇതാണ് കവർത്തിയിലെത്തുമ്പോൾ ഉള്ള കാഴ്ച. ആക്ച്വലി ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് ക്രൗഡായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മൾ വൈകുന്നേരം റൂമിലൊക്കെ പോയി സെറ്റിൽ ആയതിനു ശേഷം വൈകുന്നേരം വന്നിട്ട് ആ എൻട്രൻസ് ഒക്കെ ഒന്നുകൂടി വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു. വീഡിയോ ഒട്ടും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കവരത്തിയുടെ എൻട്രൻസ്. ഈ എൻട്രൻസിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് തന്നെ പോലീസുകാരുണ്ടായിരുന്നു ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ക്രൗഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് കവരത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ പോകാനുള്ള ആൾക്കാരുടെ ക്രൗഡാണ് ഈ മുന്നിൽ നിങ്ങൾ കാണുന്നത്. ശരിക്കും ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഷിപ്പിൽ യാത്ര ചെയ്യണം എന്നുള്ളത്. അതായത് ലക്ഷദ്വീപിലേക്കുള്ള ഞങ്ങളുടെ യാത്ര അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും 1 സൈഡെങ്കിലും ഷിപ്പിലേക്ക് ആക്കണം എന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് ഷിപ്പിനുള്ള ടിക്കറ്റ്സ് ഒന്നും കിട്ടിയില്ല. സോ ഞങ്ങൾ ടു ആൻഡ് ഫ്രം, സോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഷിപ്പിൻ്റെ അകമെങ്കിലും ഒന്ന് കാണണം, നിർത്തിയിട്ടേക്കുന്ന ഒരു ഷിപ്പിൻ്റെ അകമെങ്കിലും കാണണം എന്ന ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങളുടെ സ്പോൺസർ ഷംനാദിക്ക അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കവരത്തിയിലെത്തി പിറ്റേ ദിവസം തന്നെ കൊച്ചിയിലേക്ക് ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ അകം കാണിക്കാമെന്ന് നമ്മുടെ സ്വന്തം സ്പോൺസർ ഷംനാദിക്ക നമുക്ക് ഉറപ്പ് നൽകി. പക്ഷേ നിർഭാഗ്യവശാൽ എന്തെന്ന് പറയട്ടെ, നമ്മൾ അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല പോലീസുകാർ. കാരണം നമ്മുടെ കയ്യിൽ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. സോ ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഷംനാദിക്ക, ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, ഷംനാദിക്ക പോലീസാണ് കേട്ടോ, ലക്ഷദ്വീപ് പോലീസാണ്. സോ കൂടെയുള്ള ഓഫീസേഴ്സൊക്കെ കമ്പനി ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നു. അപ്പോൾ ആ യാത്രയാണിത്. ഷിപ്പ് ഒരുപാട് ദൂരെയാണ് കേട്ടോ നിർത്തിയിട്ടേക്കുന്നത്. അത്യാവശ്യം കുറേ എന്തെന്ന് പറയട്ടെ, ഒരു 1-2 കിലോമീറ്ററോളം അപ്പുറം ആണ് ഷിപ്പ് നിർത്തിയിട്ടേക്കുന്നത്. ആ ഡിസ്റ്റൻസ് ഞാൻ നേരത്തെ അകത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, ആ ഡിസ്റ്റൻസ് നമ്മൾ ബോട്ടിന് വേണം പോകാൻ. സോ അകത്തിയിൽ നമ്മൾ വെസലിലേക്ക് കയറിയതിലും ദൂരത്തിലായിരുന്നു ഷിപ്പ് കിടന്നിരുന്നത്. ഷിപ്പ് വന്ന് ബോട്ട് ജെട്ടിയിൽ അടക്കുന്നുണ്ടായിരുന്നില്ല. സോ ആ യാത്രയാണിത്. നമ്മൾ ഷിപ്പിലേക്ക് ബോട്ടിൽ പോകുന്ന യാത്ര. സീയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാവിലെ ആയതുകൊണ്ടിട്ട് തന്നെ ലൈറ്റിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നത് കൊണ്ടിട്ട് ആ സീൻ്റെ കളർ നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ നല്ല വിസിബിൾ ആയിട്ട് കാണാം. നല്ല ഒരു സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലായിരുന്നു ഷിപ്പ്. അപ്പോൾ ഓരോ പാസഞ്ചേഴ്സും അവരുടെ ലഗേജും എല്ലാമായിട്ട് ആണ് ഈ യാത്ര തുടരുന്നത്. സോ നമ്മൾ ബോട്ടിൽ ലഗേജസ് എടുത്ത് വെക്കുന്നു, ആൾക്കാർ കയറുന്നു, എന്നിട്ട് അങ്ങോട്ട് ഷിപ്പിലേക്ക് അടുക്കുകയായിരുന്നു. ഷിപ്പിലാണെങ്കിലും നമ്മൾ നേരത്തെ വെസലിൽ കാണിച്ചതുപോലെ തന്നെ ലഗേജ് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഷിപ്പിലേക്ക് കണ്ടോ, ദൂരെ കാണാം ഷിപ്പ് ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത് കാണാം. അത്ര ഡിസ്റ്റൻസിലാണ് ഷിപ്പ് നിർത്തിയിട്ടേക്കുന്നത്. അന്ന് ആക്ച്വലി 2 ഷിപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഷിപ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാറി മറ്റൊരു ഷിപ്പ് വീഡിയോയിൽ നേരത്തെ കണ്ടിരുന്നു. സോ ആ ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് തന്നെ പോകുന്നതാണ്. പക്ഷേ അത് മറ്റ് ഐലൻഡുകളിൽ, അതായത് ഇപ്പോൾ അഗത്തിയല്ല, അഗത്തിയിൽ നിന്ന് വന്നിട്ട് ലാൻഡ് ചെയ്തേക്കുന്നതാണ് അവിടെ. ഇവിടുന്ന് നേരെ പോകുന്നത് കടമത്ത്, അമ്മിണി, മിനിക്കോയ്, അങ്ങനെ പല ഐലൻഡിൽ ടച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്നും കൂടി യാത്രക്കാരെ എടുത്തിട്ടാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. സോ ആ ഷിപ്പ് കൊച്ചിയിലേക്ക് പോകാൻ വീണ്ടും ഇനി 2-3 ദിവസത്തെ ഡിലേ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഈ ഡയറക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഷിപ്പ് നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കവരത്തിയിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക്. ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു ഗൈസ്. പിന്നീട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ തന്നെ കണ്ടതാണ് ഗേറ്റിൻ്റെ അവിടെയുള്ള ക്രൗഡ്. അതിൻ്റെ അകത്ത് ഒരു 90% ആൾക്കാരും, അവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, 90% ആൾക്കാരും മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൊച്ചിയിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് അവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയാൻ വളരെ
വളരെ മോശമാണ്. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ എന്തെങ്കിലും അസുഖത്തിനുള്ളൊരു മെഡിക്കൽ ഫെസിലിറ്റി ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ബാക്കിയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചിയിലേക്കാണ് എത്തുന്നത്. സോ അതിനുള്ള ആൾക്കാരായിരുന്നു കൂടുതലും ആ ഷിപ്പിലുണ്ടായിരുന്നത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഷിപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ ആ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു കുഞ്ഞു ഷിപ്പാണെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ ആ അടുത്തെത്തുമ്പോഴാണ് ആ ഷിപ്പിൻ്റെ ആ ഒരു വോളിയം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഷിപ്പിൽ 3 നിലകളായിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിലുണ്ട്. നമ്മൾ ഓരോയിടത്തും നമുക്ക് ഷിപ്പിൽ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കത് മുഴുവനായിട്ട് കാണാൻ പറ്റി. ഇത് നോക്കി, ആ ഷിപ്പിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയൊരു വാതിൽ പോലൊരു ഇതുണ്ട്. ആ ഒരു വെയിൽ കൂടിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. ഇത് ഷിപ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ, ഫസ്റ്റ് നിലയാണ് ഈ കാണുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റും ഞങ്ങൾക്ക് ആ ഷിപ്പിൽ നിന്നുകൊണ്ട് കാണാൻ വേണ്ടി പറ്റി. ഇതാണ് ഷിപ്പിൻ്റെ ബങ്ക് എന്ന് പറയും. അതായത് ഈ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പം നമ്മൾ എയർ ടിക്കറ്റ്സ് ആണെങ്കിൽ ബിസിനസ് ക്ലാസ്, എക്കണോമിക് ക്ലാസ്, അങ്ങനെ പല തരത്തിലുള്ള ടിക്കറ്റ്സ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ടൈപ്സ് ഓഫ് ടിക്കറ്റ്സ് ഉണ്ട്. ബങ്ക് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഓഫ് ടിക്കറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതേ നോക്കി, സലാവിൻ്റെ വൈഫും ആ ഷിപ്പിലുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ് സലാവിനെയും സലാവിൻ്റെ വൈഫിനെയും. സോ അവർ കൊച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു. അവർ ഇതുപോലെ തന്നെ അവരുടെ എന്തോ ഒരു പേഴ്സണൽ ആവശ്യത്തിന് കൊച്ചിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഷിപ്പിൻ്റെ അകത്ത് കയറിയപ്പോൾ അവരെയും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം, ഇത് അത്ര പെട്ടെന്ന് എടുക്കില്ല കാരണം അത്രയും പാസഞ്ചേഴ്സ് കയറാനുണ്ടല്ലോ. സോ ഒരുപാട് റൗണ്ട് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന് ശേഷം മാത്രം, അതായത് അത്യാവശ്യം ഡിലേ ഉണ്ട്. സോ നമ്മൾ ആദ്യത്തെ ബോട്ടിന് തന്നെ കയറി അവിടെ ചെന്നു. സോ ഷിപ്പ് മുഴുവൻ കണ്ടു. ഇത് ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനാണ് കേട്ടോ, ഏറ്റവും മുകൾ ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ അവിടെ ഇരുന്ന് സൺസെറ്റും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. കാരണം ഒരു കടലിൻ്റെ ഒരു നടുക്കെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരുപാട് അകലെ നിന്നിട്ട് ആ ഒരു ഷിപ്പിൽ സൺസെറ്റ് കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി, ഷംനാദിക്ക് കൊണ്ടിട്ട്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് മേളിൽ നിന്നൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഓൾറെഡി അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പാസഞ്ചേഴ്സ് അല്ലാണ്ട് പാസഞ്ചേഴ്സിൻ്റെ കൂടെയുള്ള കോ പാസഞ്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടെ ആക്കാൻ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഷിപ്പിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്, ഷിപ്പ് ഇത്ര നേരത്തിനുള്ളിൽ എടുക്കുന്നതാണ് എന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അവിടെ വന്നതുകൊണ്ടിട്ട് നമ്മളിതേ മേളിൽ നിന്ന് ഉടനെ ചാടി പുറത്തിറങ്ങി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ്. അപ്പോൾ ആൾക്കാർ അപ്പോഴും കയറുന്നതും ഇറങ്ങുന്നതും ആയിട്ടുള്ള തിരക്കിലായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ നമ്മളോട് പറഞ്ഞത്, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പോർഷൻ, ഇത് ശരിക്കും മൺസൂൺ ആവുമ്പോൾ ഈ പുറത്തു നിന്നുള്ള വേവ്സ് അടിച്ച് ഉള്ളിലേക്ക് കയറും. എന്നിട്ട് അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ നനയും. ശരിക്കും ഞാനും കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ പറയണത് അതൊരു ശരിക്കും പറഞ്ഞൊരു അവസ്ഥയാണ്. കാരണം അവരുടെ ലഗേജും എല്ലാം നനയും. അവർക്ക് അത് കയറാൻ തന്നെ, ഷിപ്പിലേക്ക് കയറാൻ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടൈമാണ് മൺസൂൺ ടൈം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോയത് കടൽ ഭയങ്കര നല്ല ഒരു ക്ലൈമറ്റിലായിരുന്നു. അതുകൊണ്ടിട്ട് കടൽ തീരെ റഫായിരുന്നില്ല. സോ എല്ലാം വളരെ ഈസി ആയിരുന്നു. സോ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി തിരിച്ചതേ കവരത്തിയിലേക്ക് പോകാനുള്ള ബോട്ടിൽ കയറി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ, അത് ഒരു സെക്കൻഡ് ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അടുത്ത ഐലൻഡിലേക്ക് പോകുന്നത്. അതാണിപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചത്. അപ്പം നമ്മൾ നമ്മുടെ ഷംനാദിക്കയായിട്ട് തിരിച്ച് കവരത്തിയിലേക്ക് പോകുവാണ്. അപ്പോൾ ഈ കാണുന്നത് ലക്ഷദ്വീപ് കവരത്തിയിൽ എൻജിൻ ഫെയിലിയർ ആയിട്ടുള്ളൊരു ബോട്ടാണ്. അപ്പോൾ നമ്മൾ വരുന്ന ബോട്ടിൽ നിന്ന് കയറ് കെട്ടിയപ്പോൾ അത് വലിക്കാൻ പോകുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ സ്പോൺസർ ഷംനാദിക്ക. അതിൻ്റെ പുറകിൽ കാണുന്നത് ഗഫൂർക്ക. അതിൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ കവരത്തി ഷിപ്പ്. സോ നമുക്ക് ഈ ഷിപ്പിലേക്കുള്ളൊരു കൊച്ചു യാത്രയും ഷിപ്പിൻ്റെ അകമൊക്കെ കാണാനുള്ളൊരു ഭാഗ്യവും കിട്ടി. അതിന് വൺസ് അഗെയിൻ താങ്ക്സ് ടു ഷംനാദിക്ക എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ആ ഒരു വ്യൂ ഒരിക്കലും കിട്ടില്ലായിരുന്നു. ഓൾറെഡി ടിക്കറ്റ്സോ കിട്ടിയില്ല ഷിപ്പിൽ യാത്ര ചെയ്യാൻ, പക്ഷേ കാണാനെങ്കിലും പറ്റിയല്ലോ, അത് തന്നെ വളരെ ഭാഗ്യം. സോ നമ്മൾ ഷിപ്പൊക്കെ അങ്ങനെ കണ്ട് ഏകദേശം ഉച്ചയായിട്ടോ. ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞു. നമ്മൾ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ പോയൊന്ന് റെസ്റ്റ് ചെയ്തു. ഈവനിങ് വീണ്ടും ഒരു യാത്രക്ക് ചുമ്മാ ഒന്ന് ചുറ്റി നടക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്.
അങ്ങനെ ഈവനിങ് വ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ഷംനാദക്കയും റൂഷിലും കൂടി ഒരു സ്വിമ്മിങ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. രണ്ടുപേരും മലന്നും കമന്നും ഒക്കെ നീന്തി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളത്തിൽ ഒരു പച്ച ഷെയ്ഡ്, അതായത് രാവിലെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് തോന്നിക്കുന്ന വെള്ളം രാത്രി ആകുമ്പോൾ നമ്മുടെ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നല്ലൊരു പച്ചയാണോ നീലയാണോ രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ കളറിലായിരുന്നു. ഇവർ നീന്തൽ കാണുമ്പോൾ വിചാരിക്കും വളരെ ആഴക്കുറവാണ്, അതായത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ പോലെ നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റും, ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല ആഴമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു മ്യൂസിയം കാണാൻ ഇറങ്ങി. അവിടെ മ്യൂസിയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് നടക്കുകയായിരുന്നു കൊണ്ടിട്ട് അവിടുത്തെ സ്പെസിമെൻസും കാര്യങ്ങളും ഒരുപാട് സ്പെസിമെൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് സ്പെസിമെൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വർക്ക് ഇൻ പ്രോസസ് ആയതുകൊണ്ടിട്ട് എല്ലാം എടുത്ത് പുറത്തിട്ടേക്കുമായിരുന്നു, പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു നിലയിലായിരുന്നു. എങ്കിലും ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സ്കെലിട്ടൺ ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ വെയിലിൻ്റെ ഒരു സ്കെലിട്ടൺ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അവിടെ പുറത്ത് അല്ലാണ്ട് തന്നെ ഗ്ലാസ്സിലിട്ട് വെച്ചേക്കുന്ന ഒരുപാട് ഷെൽ ഫിഷും പിന്നെ ഒരുപാട് കോറൽസും അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മളെല്ലാം പകർത്തി ക്യാമറയിൽ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ മ്യൂസിയത്തിൽ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വർക്ക് അല്ലായിരുന്നെങ്കിൽ ഒന്ന് പകർത്തേണ്ട കാഴ്ച തന്നെയായിരുന്നു. എങ്കിലും നമ്മൾ മാക്സിമം പകർത്താൻ പറ്റുന്നതൊക്കെ പകർത്തി. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നേച്ചതാണ് ഇപ്പോൾ നമ്മൾ ഈ പകർത്തിയേക്കുന്നത്. ഇതിൻ്റെ പുറത്ത്, അതായത് ആ റൂമിൻ്റെ പുറത്ത് ഒരുപാട് സ്പെസിമെൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്പെസിമെൻസ് ഉണ്ടായിരുന്നു. സോ എല്ലാം ഭയങ്കര വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. ഇപ്പോൾ വർക്ക് നടക്കുകയായിരുന്നെങ്കിൽ പോലും എല്ലാം ക്ലാസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നതൊക്കെ ഭയങ്കര വെൽ അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ സയൻറ്റിഫിക് നെയിമും എല്ലാം എഴുതിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ എല്ലാ ഡാറ്റാസും ഉള്ളൊരു മ്യൂസിയമായിട്ട് തോന്നി. ഒരുപാട്, അതായത് സീയിലെ എല്ലാ വെറൈറ്റീസ് ഓഫ്, അതായത് കോറൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല ചെറിയ അക്വാട്ടിക് ആനിമൽസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു, അതായത് അവരുടെ ലക്ഷദ്വീപിൽ പണ്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളുടെയൊക്കെ. ഇത് പേൾസ് ആണ് കേട്ടോ, ഇത് പേൾസിൻ്റെ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പകർത്താൻ വേണ്ടി പറ്റി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ മ്യൂസിയത്തിൽ. എല്ലാം പകർത്തി, അതായത് ഇതൊക്കെ ഓരോരോ ഫിഷിൻ്റെ സ്കെലട്ടൻസ് ആണ് ഈ എടുത്ത് വെച്ചേക്കുന്നതൊക്കെ. പിന്നെ അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ എക്യുപ്മെൻറ്റ്സ് ആണ്, അവരുടെ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഉടുക്ക് പോലത്തെയൊക്കെ സംഭവം, ചെണ്ട, അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് നോക്കിയേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. ഇതൊരു ടോർട്ടോയിസ് ആണ്. ശരിക്കും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ കടലിലോട്ട് നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോഴാണെങ്കിലും ഒരുപാട് ആമകളെ കാണാം. ഞാനൊന്നും ഇത്രയും സൈസിലുള്ള ആമേനെ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ഒരുപാട് ആമകളുണ്ട്, നല്ല സൈസിലുള്ളത്. ഇത് ശരിക്കും ഒറിജിനലാണ് കേട്ടോ. അവിടെ വർക്കൊക്കെ നടക്കണ കാരണം അതിൻ്റെ പുറത്തൊക്കെ നിറയെ പൊടിയായിരുന്നു. ഞാൻ അവിടെ ടച്ച് ചെയ്യാനൊന്നും പാടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ടച്ചൊക്കെ ചെയ്ത് നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സ്പെസിമെൻസ് ഉണ്ട്. അതൊക്കെ പുറത്തെടുത്ത് വെച്ചേക്കുവാണ്, ആ റൂമിൻ്റെ പുറത്തെടുത്ത് വെച്ചേക്കുവാണ്. ഒരുപാടുണ്ട്, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഒരുപാടുണ്ടായിരുന്നു പുറമെ ആ സ്പെസിമെൻസ് എല്ലാം. ആ മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെയുള്ളൊരു മറ്റൊരു ഭാഗമാണ് കേട്ടോ. അതേ നോക്കിയ റൂഷിൽ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു വലിയൊരു അക്വേറിയമാണ്. ഒരുപാട്
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള എന്താ പറയുക, നല്ല കളേർഡായിട്ടുള്ള ഫിഷാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. അത് ഇപ്പോൾ നമ്മൾ സ്ക്യൂബ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ടും പറയാം. അപ്പോൾ അതേപോലെ നല്ല കളേർഡ് ഫിഷസ് ആയിരുന്നു ഈ ഒരു അക്വേറിയത്തിലും ഉള്ളത്. ഒരു വലിയൊരു അക്വേറിയം ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ അക്വേറിയം കണ്ട് അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് പയ്യെ പുറത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തേക്ക് കാണുന്നത്. ഇതാണ് ആ ഒരു മ്യൂസിയത്തിൻ്റെ ആ ഒരു ചുറ്റുപാട്. ഒരു വലിയൊരു സ്പേസിലാണ് കേട്ടോ ഇരിക്കുന്നത്. മ്യൂസിയം ആണെങ്കിലും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു അക്വേറിയത്തിൻ്റെ ഇതാണെങ്കിലും ഒരു വലിയൊരു സ്പേസിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ വൈകുന്നേരം ഉള്ള ഒരു വ്യൂ ആണിത്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അത്രയും ദിവസവും വൈകുന്നേരം ഒരു കറക്കത്തിനിറങ്ങും. കാരണം അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ വന്നിരിക്കും. അതൊരു നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് ഞങ്ങൾക്കും തോന്നി. കാരണം എല്ലാവരും ആ നാട്ടുകാർ ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ആ ഒരു സായാഹ്നത്തിൽ ഒന്നിച്ച് കൂടിയിരുന്ന്, അതായത് പണ്ട് നമ്മൾ കഥകളിലൊക്കെ പറയില്ലേ, ഒന്നിച്ചുള്ള ഒരു സംസാരവും എല്ലാം ആയിട്ട് ആൾക്കാരിങ്ങനെ ഒന്നിച്ച് കൂടിയിരിക്കുന്ന ഒരു നിമിഷം അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നും. സോ നമ്മളും എല്ലാ വൈകുന്നേരങ്ങളിലും അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. അവിടെയുള്ള ഓരോ ദിവസം നമ്മളും ആ ഒരു സൂര്യാസ്തമയം ആസ്വദിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തിരക്കുകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു അത്. വളരെ വളരെ ഒരുപാട് മെമ്മറീസ് തന്ന കുറേ ദിവസങ്ങളായിരുന്നു. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, സ്നേഹമുള്ള ഒരുപാട് മനുഷ്യന്മാരെ കണ്ടു. അങ്ങനെ വളരെ എന്താ പറയുക, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ദിവസങ്ങൾ കിട്ടിയൊരു യാത്രയായിരുന്നു നമുക്കത് ശരിക്കും പറഞ്ഞാൽ. ഇത് ശരിക്കും നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള യാത്ര രണ്ട് തരത്തിൽ നമുക്ക് പോകാം. ഒന്ന് നമുക്ക് പാക്കേജ് എടുത്ത് പോകാം, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ പോയതുപോലെ ആരെങ്കിലും സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ പോകാം. പാക്കേജ് ആയിരിക്കും നല്ലത്. കാരണം സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഷംനാദിക്കനെ പോലെ അത്ര വിശ്വസ്തനായിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ വേണം. എന്തിനും ഏതിനും മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്പോൺസർഷിപ്പിൽ പോകാം. അതല്ല എങ്കിൽ നിങ്ങൾ പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കേജ് എടുത്ത് പോകുമ്പോൾ നമ്മളൊന്നും അറിയണ്ട. നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ, അതായത് ഇന്ന ദിവസം എവിടെ പോകണം, ഈ ടൈമിൽ എവിടെ പോകണം എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ഷെഡ്യൂൾ അവർ ചെയ്തു തരും. സോ അപ്പം നമ്മൾ പാക്കേജ് എടുത്ത് പോകുമ്പോൾ നമുക്ക് വേറെ തലവേദനകളൊന്നുമില്ല, വേറെ ഒന്നും നമ്മൾ അറിയണ്ട. അതല്ല, അത്ര നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൊട്ട് അടുത്തൊരു സുഹൃത്ത് ബന്ധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പിൽ പോവാം. ഇത് പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ ഇതിപ്പോൾ ലൈറ്റ് ഹൗസിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. നമ്മൾ അനാർക്കലി ഫിലിമിൽ കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ്. ബിജു മേനോനും പൃഥ്വിരാജും കൂടി ലൈറ്റ് ഹൗസിലേക്കൊക്കെ കയറുന്ന ആ ഒരു സീൻ. അപ്പോൾ നമ്മൾ ആ എൻട്രൻസിലൂടെ കയറി പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആ ഒരു ഫിലിമിൻ്റെ വിഷ്വൽസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവിടെ ആ ഒരു എന്താ പറയുക, എൻട്രൻസ് മുതൽ ആ ലൈറ്റ് ഹൗസ് വരെയുള്ളത് ഒരുപാട് സ്പേസ് ഉണ്ട്. എല്ലാം നല്ല വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. ലൈറ്റ് ഹൗസ് ശരിക്കും 5 മണിക്കേ ഓപ്പൺ ചെയ്യുള്ളൂ. എല്ലാ ഈവനിങ്സിലും 5 മണി മുതൽ 6 മണി വരെ ഒരു 1 hour ടൈമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യസമയം ഇങ്ങനെ നോക്കി നിന്ന് 5 മണി ആയപ്പോഴത്തേനും നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി. ടിക്കറ്റ് ഫെയർ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു 10 or 15 അത്രേ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റ് ഫെയർ ഒരാൾക്ക്. ഇതാണ് കേട്ടോ മേളിൽ നിന്നുള്ള വ്യൂ. അതായത് നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ റൗണ്ടിലായിരുന്നു സ്റ്റെപ്പ് ഉള്ളത്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ആ വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണ് ആ കാണിച്ചു തന്നത്. നോക്കി ശരിക്കും ഒരു നല്ല ഹൈറ്റിലുള്ളൊരു ലൈറ്റ് ഹൗസാണ്. നമുക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തല കറങ്ങും, ഇങ്ങനെ റൗണ്ടിലായതുകൊണ്ടിട്ട്. ഇത് ഏറ്റവും മേളിൽ ഭാഗത്തുള്ള ഒരു വ്യൂ ആണ്. അപ്പം ഞാൻ അങ്ങോട്ട് നടക്കുന്ന വ്യൂ ആണ് എടുത്തേക്കുന്നത്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ മെക്കാനിക്കൽ റൂം. അതായത് ഏറ്റവും മുകൾ ഭാഗത്തായിരുന്നു ഈ ഒരു മെക്കാനിക്കൽ റൂം ഉണ്ടായിരുന്നത്. അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും. ഒരുപാട് ആളുകൾ 5 to 6 ഉള്ളൊരു ടൈമിങ് മാത്രമല്ലേ ഉള്ളൂ. സോ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ 5 ആയപ്പോൾ തന്നെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്ന ടൈമിൽ അധികം ആരും ഇല്ലാണ്ട് നമുക്ക് ആ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി. ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നിങ്ങൾക്ക് ക്യാമറയിൽ തന്നെ ഇത്രയും ഭംഗി കാണുന്നുണ്ടെങ്കിൽ അത് നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വ്യൂ തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇവിടെ സൺസെറ്റും സൺറൈസും എല്ലാം ഇവിടെ തന്നെ. അതായത് ചുറ്റിനും കടലാണല്ലോ, ഐലൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ. സോ ഒരു സൈഡിൽ സൺറൈസും മറ്റൊരു സൈഡിൽ സൺസെറ്റും കാണാൻ വേണ്ടി പറ്റും. ഇതൊരു 360 വ്യൂ ആണ് കവരത്തിയിൽ. അതായത് ഫുൾ തെങ്ങുകളാണ്, കംപ്ലീറ്റ് തെങ്ങുകളാണ്.
അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തേങ്ങയാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. തേങ്ങയും പിന്നെ കടലിൽ നിന്ന് കിട്ടുന്ന വെറൈറ്റീസ് ഓഫ് ഫിഷസും. അപ്പോൾ ഇത് അവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കവരത്തി കംപ്ലീറ്റ് ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഐലൻഡ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ വൈകുന്നേരം നമ്മൾ ആ ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ ഒക്കെ പകർത്തിയതിന് ശേഷം നേരെ അവിടെ തൊട്ടടുത്തുള്ളൊരു പാർക്കിലേക്കാണ് കേട്ടോ പോയത്. ഇതാണ് ആ പാർക്കിൻ്റെ വ്യൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിച്ച്. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടും നല്ല നീറ്റാണ്. അതായത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബീച്ച് സൈഡ് ആണെങ്കിലും എന്താണെങ്കിലും വളരെ നീറ്റാണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ടായിരുന്നു ഒരു ഷിപ്പ് പണ്ട് ആക്സിഡൻ്റ് ആയിട്ട് ഇടിച്ചു നിന്നൊരു സ്പേസാണിത്. ഇത് നോക്കി, ആ ഷിപ്പ് ഇപ്പോൾ നല്ല തുരുമ്പെടുത്തൊക്കെ കിടക്കുകയാണ്. ആ അനാർക്കലി ഫിലിമിൽ ഈ ഷിപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫിലിമിൽ കാണിക്കുന്ന ടൈമിൽ ഇത്രയൊന്നും തുരുമ്പെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയ സമയത്ത് അത് കംപ്ലീറ്റ് തുരുമ്പായിട്ടുണ്ടായിരുന്നു. ഇത് പണ്ടൊരു ആക്സിഡൻറ്റ് സംഭവിച്ച് അങ്ങനെ വന്ന് ഇടിച്ചു നിന്നൊരു ഷിപ്പാണ്. ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ആക്സിഡൻറ്റിൽ. പക്ഷേ ആ ഷിപ്പ് പൂർണ്ണമായിട്ടും നശിച്ചു പോയിരുന്നു. ഇവിടെ ഒരു ഷിപ്പിൻ്റെ അടുത്തുള്ള ഒരു ബീച്ച് വ്യൂ ആണിത്. ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് പാക്കേജ് എടുക്കുന്നവരൊക്കെ ആ ഷിപ്പ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഷിപ്പിൻ്റെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ടൈം. ആ ഒരു ഈവനിങ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെയായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയില്ല. ഇത് സൺസെറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. സൺസെറ്റ് ശരിക്കും വിസിബിൾ ആയിട്ടുള്ളത് ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നത് ഈസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിലെ ബീച്ചിലായിരുന്നു സൺസെറ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് കോറൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളും കോറൽസാണ് അതിൻ്റെ അകത്ത് കൂടുതലും കിടക്കുന്നത്. പിന്നെ കോറൽസിൻ്റെ മണ്ണ് അങ്ങനെ വിസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, പല നിറത്തിലുള്ള കോറൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പാറക്കല്ലുകളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെയായിരുന്നു അന്നത്തെ ഈവനിങ് സ്പെൻഡ് ചെയ്തിരുന്നത്. കുറച്ച് നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയ സമയത്തും ടൂറിസ്റ്റുകൾ അവിടെ ആ ഷിപ്പ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഷിപ്പിലേക്ക് പോകുന്ന ഒരു റൂട്ട്. ഒരു റോഡൊന്നുമല്ല, തെങ്ങന്തോപ്പിൻ്റെ ഇടയിലുള്ളൊരു ചെറിയൊരു വഴിയിലൂടെയാണ് ആ ഷിപ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത്. കുറച്ചങ്ങോട്ട് ആ തെങ്ങന്തോപ്പിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് നല്ല റോഡിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുന്നത് ഹെലിപാഡിലേക്കായിരുന്നു. കവരത്തിയിലെ ഹെലിപാഡിലേക്ക്. നമുക്ക് അനാർക്കലി ഫിലിമിൽ കാണാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഇവാക്യുവേഷൻ ഇവർ പ്രഖ്യാപിക്കും. അതായത് ആ മെഡിക്കൽ ഇവാക്യുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിലാണ് കൊച്ചിയിലേക്ക് രോഗീനെ എത്തിക്കുന്നത്. സോ ആ ഹെലിപാഡിലേക്കാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഇപ്പോൾ ഔട്ട്സൈഡേഴ്സിന് ഈ ഹെലിപാഡിലേക്ക് പ്രവേശനമില്ല. പക്ഷേ നമ്മുടെ സ്പോൺസറായ ഷംനാദിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ഷംനാദിക്ക് അവിടുത്തെയും ഓഫീസേഴ്സിനെ ചെറിയ രീതിയിൽ പരിചയമുള്ളതുകൊണ്ടിട്ട് നമുക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റി. ചെറിയ രീതിയിൽ ആണെങ്കിലും അവിടുത്തെ ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പകർത്താൻ പറ്റി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഡീസലൈനേഷൻ പ്ലാന്റിലേക്കായിരുന്നു. അതായത് കടൽ വെള്ളത്തിൽ നിന്ന് ആ കടൽ വെള്ളത്തിൻ്റെ ഉപ്പ് കളഞ്ഞ് വെള്ളം ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്ലാന്റിലേക്കാണ്. അതൊരു ഹ്യൂജ് പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അതായത് കടലിൻ്റെ ഏകദേശം 300 മീറ്റർ അടിയിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് അവിടെ നിന്ന് ശുദ്ധീകരിച്ച് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഡെയിലി യൂസിന് വേണ്ട വിധത്തിൽ ആക്കി കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അത്. നോക്കിയാൽ നമുക്ക് കാണാം ഒരു ലോങ് വാക്ക് വേ ആണ് കടലിൻ്റെ നടുവിലോട്ട്. ഞങ്ങൾക്ക് കുറച്ച് നടക്കാൻ പറ്റി. പക്ഷേ അവിടെ എന്തോ ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുമായിരുന്നു. അതായത് ഈ മെയിൻ കടൽ വെള്ളം എടുക്കുന്ന ആ ഒരു ഭാഗത്ത് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ചെറിയൊരു ദൂരം നമ്മൾ ആ ഒരു ബ്രിഡ്ജിൽ കൂടെ നടന്നു. അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം എടുത്തതിന് ശേഷം ആ പൈപ്പിലൂടെ പോയി നേരെ ടാങ്കിൽ ചെന്ന് ഡീസലൈനേഷൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു ചുറ്റുമുള്ള ഒരു വ്യൂ ഒക്കെ പകർത്തി ആ ഒരു ബ്രിഡ്ജിലൂടെ നടന്നതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഓക്കെ, അവിടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ സൂം ചെയ്ത് മാക്സിമം എടുക്കാൻ പറ്റുന്നത് എടുത്തു. പക്ഷേ അവർ അധിക നേരം നമ്മളവിടെ നിർത്തുന്നുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം വൈകുന്നേരം സന്ധ്യ സമയത്തോടെ അടുത്തിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഡീസലൈനേഷൻ പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ
അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ വൈകുന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ കവരത്തി ഓൺ ആവുന്നതെന്ന് നമുക്ക് വേണേൽ പറയാം. നമ്മുടെ കൊച്ചി നൈറ്റ് ലൈഫ് എന്ന് പറയൂലേ, അപ്പോൾ അതുപോലെ കവരത്തിയുടെയും നൈറ്റ് ലൈഫാണ് അവർക്ക് കൂടുതലും. വൈകുന്നേര സമയം മുതലാണ് അവിടെ ആളുകളെ കൂടുതലും കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ നേരെ അവിടെ ഒരു ചായക്കടയിലേക്ക് പോയി ഒരു ചായ കുടിച്ചു. ഷംനാദിക്കയുമായിട്ട് ഒരു ചായ കുടിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറേ കടികളുണ്ടല്ലോ, നമ്മുടെ ഇവിടെ നിന്നും കാണാത്ത എണ്ണക്കടികൾ, ചായ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ടില്ലാത്ത 1-2 പലഹാരങ്ങൾ ഓർഡർ ചെയ്തു. അപ്പം നമ്മൾ അവിടുന്ന് വാങ്ങിയത് സുഗിയനും നെയ്യപ്പവും ആയിരുന്നു. ശരിക്കും നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റിനേക്കാളും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. സുഗിയനൊക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റും ഇതുമല്ല, ഒരു ഇച്ചിരി വെള്ളറിയിരിക്കുന്ന ഒരു ടൈപ്പാണ്. നമ്മുടെ ഇവിടെ നല്ല ശർക്കരയിൽ ഇതായിട്ടുള്ളതല്ലേ, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ പലഹാരങ്ങളൊക്കെ കഴിച്ച് വീണ്ടും ആ ഒരു ബോട്ട് ജെട്ടിയുടെ ഭാഗത്തേക്ക് വന്നു. അവിടെ അപ്പോൾ ഒരുപാട് വെസൽസും ഉരുവും ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പയ്യെ ഒന്ന് കണ്ടു. ഞങ്ങളിവിടുന്ന് നേരെ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നമ്മൾ തിരിച്ചും ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. സോ ഫ്ലൈറ്റിൽ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം അഗട്ടിയിലേക്ക് ചെല്ലണം. അഗട്ടിയിൽ നിന്ന് മാത്രമേ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ, അവിടെയാണ് എയർപോർട്ട് ഉള്ളത്. സോ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് തിരിച്ച് പോകേണ്ടതാണ്, അഗട്ടിയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ തലേ ദിവസം വന്ന് ഞങ്ങൾക്ക് പോകാനുള്ള വെസലൊക്കെ ഒന്ന് നോക്കി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഒരുപാട് വെസൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 3-ലധികം വെസൽസ് ആ ടൈം അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മളതെല്ലാം വീഡിയോ എടുത്തു. ചെറിയ ചെറിയ ബോട്ടുകളുണ്ടായിരുന്നു, അതിൻ്റെയും വീഡിയോ പകർത്തി. അങ്ങനെ നമ്മളവിടെ കുറച്ചധികം നേരം ആ ഒരു ഈവനിങ്ങിൽ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ആ ബോട്ട് ജെട്ടിയുടെ അവിടെ സ്പെൻഡ് ചെയ്തു. ഈ കൽപ്പേനി എന്ന് പറഞ്ഞ് കിടക്കുന്നത് അത് വെസലല്ലായിരുന്നു കേട്ടോ, അതൊരു ഓയിൽ ടാങ്കറാണ്. അതായത് ഇവിടുത്തെ പെട്രോളിയം ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന ഒരു ഓയിൽ ടാങ്കറാണ് ഈ കിടക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ റൂമിൽ പോയി. രാത്രിയായി പിന്നെ പുറത്തിറങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂരമീനാണ് ആ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മായം ചേർക്കാത്ത മീൻ കിട്ടും. നമ്മളിങ്ങനെ കടലിൽ നിന്ന് നേരെ പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ വെട്ടി ഓരോരുത്തർക്ക് വിൽക്കുന്നതും ഒക്കെ നമുക്കിങ്ങനെ കൺമുന്നിൽ കാണാൻ വേണ്ടി പറ്റും. അത്രയും ഫ്രഷാണ് ഇവിടുത്തെ ഫിഷ്. അന്ന് രാത്രി ഞങ്ങൾ കറങ്ങി ഒട്ടും താമസിച്ചില്ല, നേരെ മുറിയിൽ പോയി കിടന്നുറങ്ങി. കാരണം പിറ്റേ ദിവസം രാവിലെ 6 മണിക്കായിരുന്നു ഞങ്ങൾക്ക് അഗട്ടിയിലേക്കുള്ള വെസൽ. അങ്ങനെ ഞങ്ങൾ കൃത്യം 5:45 കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു സ്പോട്ടിലെത്തി. അപ്പോൾ നമ്മുടെ പെർമിറ്റൊക്കെ ചെക്ക് ചെയ്ത് ആൾക്കാർ അകത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലഗേജും ഒക്കെ ആയിട്ട് പയ്യെ വെസലിലേക്ക് കയറുവാണ്. അപ്പോൾ ഓരോരുത്തരും ക്യൂ ആയിട്ട് നിന്നിട്ടാണ് വെസലിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഈ പോകുന്നതിൽ ഈ വെസൽ നേരെ അഗട്ടിയിലേക്കാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അഗട്ടിയിലേക്കുള്ളവർ വളരെ കുറവാണ്. എല്ലാവരും തന്നെ ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ പാക്കേജിൽ വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അഗട്ടിയിൽ ചെന്നിട്ട് അവിടെ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് വെച്ചത് കൊച്ചിയിലേക്കായിരുന്നില്ല, നേരെ ഗോവയിലേക്കായിരുന്നു എടുത്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് ഭയങ്കര പ്രൈസ് ഹൈക്കായിരുന്നു, ഭയങ്കര റേറ്റ് ആയിരുന്നു. സോ നമ്മൾ ഗോവയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബൈ ട്രെയിൻ ആയിരുന്നു കൊച്ചിയിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങളിതേ വെസലിലേക്ക് കയറി ലഗേജ് റൂമിൽ കൊണ്ടുപോയി ലഗേജ് വെക്കുവാണ്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ലഗേജൊക്കെ കൊണ്ട് ലഗേജ് റൂമിൽ വെച്ചു. അപ്പോൾ റൂമിൽ പയ്യെ താഴെ പെട്ടി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു മേളിലേക്ക് ലഗേജ് കയറ്റി വെച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ പോയിരുന്നു, വെസലിൻ്റെ അകത്ത് ചെന്നിരുന്നു. ഞങ്ങളുടെ യാത്ര അഗട്ടിയിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ദൂരമുണ്ട് കേട്ടോ അഗട്ടിയിലേക്ക്. അപ്പോൾ നമ്മുടെ വെസലിനകത്ത് നല്ലൊരു വ്യൂ ആയിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ നേരെ അഗട്ടിയിലെത്തി. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 8 മണി 8:30 അവിടെ എത്തി, അഗട്ടിയിലെത്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഫ്ലൈറ്റ് 1:30-ക്കായിരുന്നു, ഗോവയിലേക്കുള്ള ഫ്ലൈറ്റ് 1:30-ക്കായിരുന്നു. സോ 1:30 വരെ ഇനിയും നമുക്ക് ഒരുപാട് ടൈം ഉള്ളത് കൊണ്ടിട്ട് നമ്മളവിടെ അഗട്ടിയിലൊരു റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പിൽ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരം ഇരുന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു.
നേരെ സീയിലേക്ക് കാണുന്നത്. പിന്നെ അവിടെ കുറേ കുട്ടി കുട്ടി ബെഞ്ചസും ഊഞ്ഞാലും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മണിയോടുകൂടി ഫുഡും കഴിച്ച് വീണ്ടും എയർപോർട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത് എയർപോർട്ടിലെ വ്യൂ ആണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു എയർപോർട്ടിന് പുറത്തുള്ള വ്യൂ. അവിടെ കുറേ ഇരിക്കാനൊക്കെ ബെഞ്ചസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 1:30 ഫ്ലൈറ്റ് എങ്കിൽ പോലും നമ്മുടെ ഫ്ലൈറ്റ് എടുത്തത് 3 മണിക്കായിരുന്നു. കാരണം അവിടെ ഒരൊറ്റ ഹെലിപാഡേ ഉള്ളൂ, ഒരൊറ്റ റൺവേ ഉള്ളൂ. അവിടെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഫ്ലൈറ്റിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് ബാക്കിയുള്ള ഫ്ലൈറ്റൊന്നും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഡിലേ ആയിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുത്തിരുന്നത് 3 മണിയോട് കൂടെയായിരുന്നു. അതായത് 1:30 ഫ്ലൈറ്റ് ഒരു 1.5 മണിക്കൂർ കൂടി ഡിലേ ആയി 3 മണിക്കാണ് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഗോവയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഗോവയിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയായിരുന്നു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലൈറ്റ് എങ്ങാനും ഡിലേ ആയാലും നമുക്കത് മിസ്സാവരുതല്ലോ എന്ന് കരുതി രാത്രിത്തെ ട്രെയിനായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് കാരവനിൽ നിന്നായിരുന്നു എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ഗോവൻ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ നമ്മൾ ആ എയർപോർട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. അതിൻ്റെ പുറമേ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അതായത് എയർപോർട്ടിൻ്റെ പുറമേ ഉള്ളൊരു വ്യൂ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കൊച്ചിൻ എയർപോർട്ടിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ചു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ ലക്ഷദ്വീപ് യാത്ര അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളിതേ കൊച്ചിയിലേക്ക് എത്താൻ പോകുന്നു ഫൈനലി. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര അവസാനിക്കുകയാണ്. ഒരുപാട് മെമ്മറീസും ഒരുപാട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, പുതിയ കുറേ സ്ഥലങ്ങൾ കണ്ടു, ഒരുപാട് മെമ്മറീസ് തന്നൊരു യാത്ര തന്നെയായിരുന്നു ലക്ഷദ്വീപ് യാത്ര. അപ്പോൾ ഈ യാത്രയിലുടനീളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്പോൺസർ ഷംനാദിക്ക, സലാൻ്റെ വൈഫ് ഷമി, അപ്പോൾ എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ലക്ഷദ്വീപിൽ ചെന്നിട്ട് അവിടെ നിന്ന് സഹായിച്ച, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിന് വേണ്ടിയിട്ട് സഹായിച്ച ചേട്ടന്മാരും എല്ലാവരോടും ഞങ്ങളുടെ നന്ദി പറയുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. സോ താങ്ക് യു. ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്.